അന്ന് ടെക്നോ പാർക്ക് തുടങ്ങണം. തുടക്കത്തിൽ നമുക്കൊരു 50 ഏക്കർ വേണം. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 50 ഏക്കർ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാം, അതനുസരിച്ച് സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് സൈനിക് സ്കൂൾ നോക്കി, പലയിടത്തും നോക്കി. പക്ഷെ അന്ന് ഇത് നടക്കാതെ അവസാനം ഗൗരിയമ്മ പറഞ്ഞു, താൻ എവിടെയെങ്കിലും ഒരു സ്ഥലം. ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റിയിൽ കുറേ സ്ഥലമുണ്ട്, അവരൊന്നും ചെയ്യാതിരിക്കുക, നമുക്ക് വല്ലതും നോക്കാം. ഗൗരിയമ്മ ശരി. എന്നിട്ട് അന്ന് ഗൗരിയമ്മ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ശ്രീ ജി സുധാകരൻ സിൻഡിക്കേറ്റ് മെമ്പറാണ്, ശ്രീ ദേവദാസ് അദ്ദേഹവും ചേർത്തല ആ ഏരിയ എന്നുള്ളതാണ്, അദ്ദേഹവും സിൻഡിക്കേറ്റ് മെമ്പേഴ്സാണ്. ഗൗരിയമ്മ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് അവരെ വരാൻ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞു, 50 ഏക്കർ സ്ഥലം ഈ ടെക്നോ പാർക്കിന് കൊടുക്കണം. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക, എതിർപ്പ് വരാൻ പാടില്ല. സിൻഡിക്കേറ്റ് എങ്കിൽ സിൻഡിക്കേറ്റ്, സെനറ്റ് എങ്കിൽ സെനറ്റ്, നിങ്ങൾ അപ്രൂവൽ എടുക്കുക എന്നുള്ളൊരു വളരെ ക്ലിയർ ഡയറക്ഷനായിട്ട് കൊടുക്കുകയായിരുന്നു. അവർ രണ്ടുപേരും അത് അവരെടുത്ത് ചെയ്യാം, എങ്ങനെയാണെന്ന് പറഞ്ഞ് വിജയരാമൻ വേണമെങ്കിൽ ഒന്ന് സംസാരിക്കാം. അങ്ങനെ അവർ ഒരു സിൻഡിക്കേറ്റ് മീറ്റിങ്ങിൻ്റെ അന്ന് എന്നെ വിളിച്ചു, ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഈ പ്രസൻറ്റേഷൻ ചെയ്തിട്ട് അവർ അത് സിൻഡിക്കേറ്റ് അംഗീകരിച്ചു. പക്ഷേ പ്രോപ്പർട്ടി കൊടുക്കുന്നതുകൊണ്ട് സെനറ്റിൻ്റെ അപ്രൂവൽ വേണമായിരുന്നു. പക്ഷേ സെനറ്റിൻ്റെ അന്ന് ഞങ്ങൾ ഈ പ്രോജക്റ്റിനെ പറ്റി ചെറിയ ബ്രോഷർ ഉണ്ടാക്കി എല്ലാ സെനറ്റ് മെമ്പേഴ്സിനും കൊടുത്തു. അപ്പോൾ ഈ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, പ്രത്യേകിച്ചും ശ്രീ ദേവദാസും ജി സുധാൻ, എനിക്ക് തോന്നുന്നു വിജയകുമാർ വന്ന് സിൻഡിക്കേറ്റ് മെമ്പറാണെന്ന് തോന്നുന്നു, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സെനറ്റ് മെമ്പർമാർ ആരും എണീറ്റ് ചോദിച്ചു, ഇത്രയും നല്ലതാണെങ്കിൽ പിന്നെ എന്തിനാ അവരെന്ന് പൈസ മേടിക്കാൻ ഫ്രീ ആയിട്ടും കൊടുത്താൽ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ 50 ലക്ഷം രൂപ കൊടുത്താണ് ആദ്യത്തെ 50 ഏക്കർ നമ്മൾ എടുക്കുന്നത്. അത് എടുക്കാൻ നേരത്തെ ഒരു ഇത് പറ്റിയത്, യൂണിവേഴ്സിറ്റി സ്ഥലം എടുക്കാൻ ഏത് സ്ഥലം എന്നുള്ളത് തീരുമാനിച്ചില്ല. അപ്പോൾ അവിടെ പല സ്ഥലങ്ങളും കാണിച്ചു. ഇന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കിടക്കുന്ന സ്ഥലം കാണിച്ചു, ഇപ്പോഴേ ടെക്നോ പാർക്കുള്ള സ്ഥലം, വേറെ ബാക്കിലുള്ള ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഇപ്പോൾ ടെക്നോ പാർക്കുള്ള സ്ഥലമാണ്. പക്ഷേ അപ്പോൾ ഗൗരിയമ്മയ്ക്കുള്ള ഒരു വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ, ഗൗരിയമ്മയ്ക്ക് എല്ലാ സ്ഥാപനങ്ങളിലും ഗൗരിയമ്മയ്ക്ക് നല്ല താല്പര്യമുള്ള ആൾക്കാരും ഗൗരിയമ്മയ്ക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ ഗൗരിയമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ അത് നല്ല സ്ഥലം തന്നെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അല്ല, യൂണിവേഴ്സിറ്റി എന്നുള്ളവർ പറഞ്ഞു അത് മുഴുവനും ഒരു കുന്നും കാടും കുറേ വാലിയൊക്കെ ഉള്ളതാണ്, അത് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ അത് കണ്ടുകൊണ്ട് മാത്രം എടുത്ത്. അപ്പോൾ ചോദിച്ചു എന്താ കാര്യം? ഞാൻ പറഞ്ഞു, 1 അവിടെ നിന്ന് അറബിക്കടൽ കാണാം, 2 ഞാൻ പറഞ്ഞു അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പുതിയ ബൈപ്പാസ് വരാൻ പോകണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അത് മാത്രമല്ല, നമുക്ക് കൂടുതൽ ലാൻഡ് അക്വയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലോട്ട് അക്വയർ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗൗരിയമ്മ അങ്ങനെയാണെങ്കിൽ പൊക്കോട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർ തീരുമാനം എടുത്തിട്ട് നിങ്ങളിതിലോട്ട് പോകുന്നത്. പക്ഷേ വൈദ്യംകുന്നിൽ ആദ്യം സ്ഥലത്തിൻ്റെ പേര് വൈദ്യംകുന്നെന്നാണ്, അവിടെ പഠിച്ചവർക്കൊക്കെ അറിയാം. വൈദ്യംകുന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു ലവേഴ്സ് കോർണറായിരുന്നു. അവിടെ മുഴുവനും പറങ്കിമാവും ഒക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. അവിടെ ഞാനൊക്കെ ആദ്യമായിട്ട് കാറിലൊക്കെ പോകുമ്പോൾ റോഡൊന്നുമില്ല. അവിടെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് തന്നെ കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോണത് കാണാം. ആ ഒരു ലൊക്കേഷനിൽ നിന്നാണ് ഇന്ന് കാണുന്ന ടെക്നോ പാർക്കായിട്ട് മാറുന്നത്. പക്ഷേ അന്ന് ഞങ്ങൾ എടുത്ത ചില തീരുമാനങ്ങൾ ഇന്ന് കറക്റ്റാണെന്ന് തോന്നുന്നു. ഒന്ന്, അവിടെ മുറിക്കുന്ന ഓരോ മരത്തിനും അതിൻ്റെ 2-3 ഇരട്ടി മരങ്ങൾ ഞങ്ങൾ നടുമെന്ന് തീരുമാനിച്ചു. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ലാൻഡ്സ്കേപ്പിന് ദോഷം വരാത്ത രീതിയിലേക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ലാൻഡ് കിട്ടുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിടെക്ട് സെലക്ഷൻ വരുന്നു. ആർക്കിടെക്ട് സെലക്ഷനിൽ വളരെ ഇത് വന്നത്, നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യുന്നു, ഒരു അനൗൺസ് ചെയ്തു, പലരും അപ്ലൈ ചെയ്ത് കോമ്പറ്റീഷൻ നടത്തുന്നു. ആ കോമ്പറ്റീഷൻ്റെ ഇതിൻ്റെ ഇടയ്ക്ക് ചിലർ ഭയങ്കര പ്രഷർ വരുന്നുണ്ട് ചിലരെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനലായിട്ട് 3 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട ആർക്കിടെക്ട് ഒരുപാട് പ്രഷർ വരുന്നു, പലരും കൂടെ IAS ഓഫീസേഴ്സാണ്, പൊളിറ്റിക്കൽ അല്ലാതെ KPPയെ വിളിച്ച് പറയുന്നു. KPP പറഞ്ഞു, യു ഗോ വിത്ത് വാട്ട് ഈസ് റൈറ്റ്, വിൽ ലുക്ക് അറ്റ് ഇറ്റ് ദ ബോർഡ് ആൻഡ് മേക്ക് എ ഡിസിഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ ബോർഡിൽ ഈ പ്രസൻറ്റേഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ അഭിപ്രായം എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഗൗരിയമ്മയുടെ അടുത്ത് പോയി. അപ്പോൾ ഗൗരിയമ്മയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, ഇന്നതാണ് ഈ ഡിസിഷനാണ് ഇന്നാർക്ക് കൊടുക്കണമെന്ന് തീരുമാനം. ജയചന്ദ്രൻ മുരളി ആൻഡ് അസോസിയേറ്റ്സ്, ജയചന്ദ്രൻ ഇന്നില്ല, മുരളി ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനമാണ് ഞങ്ങൾ എടുക്കുന്നത്. കാരണം ഞങ്ങൾ ഒരുപാട് ഗ്രൗണ്ട് വർക്ക് ചെയ്തു, പല കാര്യങ്ങളും കണ്ടുപിടിച്ചു, മറ്റ് ആർക്കിടെക്ട്സ് എന്തുകൊണ്ട് എടുക്കാൻ പറ്റൂല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഗൗരിയമ്മയുടെ അടുത്ത് പോയി ഗൗരിയമ്മ പറഞ്ഞു,
ഒരാളിന് 2 പേർക്കായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ 2 പേർക്ക് കൊടുക്കും, ഒരാളിനെ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾക്ക് തന്നെ കൊടുക്കുമെന്ന് തനിക്ക് നിർബന്ധമാണ്. അപ്പം ഇയാൾക്ക് കൊടുത്താൽ നന്നായിരിക്കും. കാരണം നോക്കുമ്പോൾ മെറിറ്റ് വൈസ് അവരാണ് ഏറ്റവും നല്ലത്. എങ്കിൽ തൻ്റെ ഇതുപോലെ നടക്കട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഓർഡർ ഇഷ്യൂ ചെയ്തു. തിരികെ വന്ന് ഗൗരിയമ്മയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്ത്. അപ്പം ഗൗരിയമ്മ, മറ്റേ ആൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു, കൊച്ചിയിൽ നിന്നുള്ള ഒരു അകന്ന ബന്ധുവായിട്ട് വരും. അവർ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ തനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, കോൺട്രാക്റ്റിലും അപ്പോയിൻമെൻറ്റിലും ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ വാക്ക് പാലിച്ചു എന്ന് പറഞ്ഞു. അപ്പം ആ ലെവലിലുള്ള കോൺഫിഡൻസും സപ്പോർട്ടുമാണ് അവർ തന്നിരുന്നത്. ഇങ്ങനെ ആർക്കിടെക്ട്സിനെ സെലക്ട് ചെയ്തു. അതിനിടയ്ക്ക് മറ്റേ കിട്ടാത്ത ആർക്കിടെക്റ്റ് ഒരുപാട് ട്രൈ ചെയ്തു. ഞങ്ങളുടെ ബോർഡ് മിനിറ്റ്സ് വരെ അവരുടെ കയ്യിൽ വരുന്നു, ബോർഡിലുള്ള ആരോ കൊടുക്കുന്നു. ആ ബോർഡ് മിനിറ്റ്സ് കയ്യിൽ പോകുമ്പോഴത്തേക്ക് അപ്പോൾ എനിക്കത് എന്തോ ഒരു സംശയം തോന്നി. ഞാൻ അത് ഇപ്പോഴും പറയുന്നൊരിതാണ്. കാരണം ഞാൻ എന്തോ ചെയ്യുന്നറിയാം, ഓരോ ഡയറക്ടർക്കും കൊടുക്കുന്ന ബോർഡ് മിനിറ്റ്സ് ഞാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഒരു ആൽഫബറ്റ് തെറ്റിക്കും, അത് എന്തോ ആണെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് മിനിറ്റ്സ് ലുക്സ് ദ സെയിം, പക്ഷേ ചിലപ്പോൾ ഒരു ആൻഡിന് ഒരു AN കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇടും, ഡിക്ക് ചിലയിടത്ത് ഒരു കോമ ഇടുമല്ലോ, ഫുഡ് സ്റ്റോപ്പ്. കാരണം ഇത് എവിടെ നിന്നാണ് എന്നറിയണമല്ലോ, ഞങ്ങൾ കണ്ടുപിടിച്ച ആരാണെന്നുള്ള. അവരോട് ഇന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, എനിക്കന്നേ അറിയാനും. പക്ഷേ അവരാരെയും കൂടെ ഞാൻ ഇതിനെപ്പറ്റി പിന്നെ സംസാരിച്ചിട്ടില്ല. പക്ഷേ സോ വി നീഡ് ടു നോ വെയർ ഇട്ട്. അപ്പോൾ ആ വ്യക്തി, ആ ബോർഡിലുണ്ടായിരുന്ന ആ മെമ്പറിന് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് പറഞ്ഞു കൊടുക്കില്ലായിരുന്നു അൺടിൽ ദിസ് വാസ് ഫൈനലൈസ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ചെയ്തു. പക്ഷേ ഗൗരിയമ്മ അവിടെയും വളരെ ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നു. അവർ പറഞ്ഞു ഗോ വിത്ത് വാട്ട് ഈസ് ദെയർ, വരണം നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരിക്കൽ ആ ഒരു കിട്ടാത്തൊരാക്കിൻ്റെ KP നമ്പ്യാരുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ഇതിൽ കറപ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ KP നമ്പ്യാർ പറഞ്ഞു ദ ഓൺലി പേഴ്സൺ ഹു കോൾഡ് ആൻഡ് ആസ്ക് ഫോർ ദിസ് വാസ് യു, ആൻഡ് ഇഫ് ദർ ഇസ് കറപ്ഷൻ ഇറ്റ് ഇസ് യുവർ എൻഡ്, യു ക്യാൻ ലീവ് എന്ന് പറഞ്ഞ് പുള്ളി ഇറക്കി വിട്ടു. അപ്പോൾ അത്രത്തോളം ചില റെസിസ്റ്റൻസുകളൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുകയും. ഞാൻ ഇന്നും ജയചന്ദ്രൻ മുരളിക്ക് ആ ഒരു കോൺട്രാക്ട് ഐ എം വെരി ഹാപ്പി. കാരണം അവർ 2 കാര്യങ്ങൾ. ഒന്ന്, വളരെ ട്രസ്റ്റ് വർത്തിയായിരുന്നു, യാതൊരു ഡീലും അവർക്കില്ല. ഇവർ PWDയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജയചന്ദ്രനും. പിന്നെ അവരുടെ കൂടെ ഗോപി എന്ന് പറഞ്ഞ്, ഗോപിനാഥൻ നായർ എന്ന് പറഞ്ഞിട്ട് പുള്ളിയായിരുന്നു അതിൻ്റെ മെയിൻ എഞ്ചിനീയർ. ഗോപിയൊക്കെ വളരെ ക്ലീൻ. ഗോപിക്കൊന്നും PWD സർവൈവ് ചെയ്യാൻ പറ്റാതെയാണ് ഗോപി ജയചന്ദ്രൻ്റെ കൂടെ ചേർന്ന് ലീവ് എടുത്ത് ചേർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റായിരുന്നു. കാരണം ഒരു പേയ്മെൻറ്റും കറപ്ഷൻ വരില്ല എന്ന് ഷുവറാണ്. ഞങ്ങളുടെ ഫണ്ടിങ്, ക്യാഷ് പ്ലാനിങ് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് പ്രോജക്റ്റിന് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോജക്റ്റ് തുടങ്ങുള്ളൂ. ആ രീതിയിലുള്ളതായിരുന്നു ഇവരുടെ സപ്പോർട്ട്. ഇപ്പോൾ ഗോപിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മണലിലൊക്കെ ഒരുപാട് പേര് ഗോപി മണലിങ്ങനെ എടുത്ത് നക്കി നോക്കും, ഉപ്പിൻ്റെ രസം ഉണ്ടെങ്കിൽ പറയാം, അതങ്ങ് റിജക്റ്റഡ് എന്നങ്ങ് പറയാം. അത്രത്തോളം ഫേമായിട്ട് നിന്ന നമുക്ക് ആ പീരീഡിൽ തന്നെ ഏറ്റവും നല്ല റേറ്റ്സ് ഓൺ കോൺട്രാക്ട്സ് കിട്ടി ഞങ്ങൾക്ക്. ഗവൺമെൻറ്റിലൊക്കെ വളരെ ഹൈ റേറ്റിൽ പോകുന്ന സമയത്തും നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ കോൺട്രാക്ട്സ് കിട്ടുകയും ഒക്കെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു അതുകൊണ്ടാണ് അന്ന് നമ്മൾ കാണുന്ന ക്വാളിറ്റി. ഇന്നും ടെക്നോ പാർക്കിന് മുമ്പ് സന്തോഷമുള്ളത് 30-35 വർഷം മുമ്പ് ചെയ്ത ഹാളുകളും ചില റൂംസിലുള്ള സീലിങ്ങും ഒക്കെ യാതൊരു കുഴപ്പമില്ലാതെ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ക്വാളിറ്റി വാസ് ഓൾസോ വെരി ഗുഡ്. എൻ്റെ വെരി കമ്മിറ്റഡ് ടീമായിരുന്നു അതുണ്ടായിരുന്നു.